കഴിഞ്ഞ 27-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും ഫോണിലേക്ക് ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നിന്ന് ഒരു കോൾ വന്നു. അടിയന്തരമായി നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിലെത്തുക. കാര്യം എന്തെന്ന് ഫോണിലൂടെ വിശദീകരിച്ചില്ലെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണ് വിളിപ്പിക്കുന്നതെന്ന് നേതാക്കന്മാർക്ക് ഒരുപോലെ ബോധ്യമായി. പിന്നെ കിട്ടിയ ഫ്ലൈറ്റിന് നേതാക്കൾ ഓരോരുത്തരായി ഡൽഹിയിലേക്ക് ലാൻഡ് ചെയ്തു. താക്കീതെന്നോ അന്ത്യശാസനമെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന ഒരു കൂടിക്കാഴ്ചയാണ് തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ AICC ആസ്ഥാനത്ത് നടന്നത്. ഇങ്ങനെയൊരു അടിയന്തര ഇടപെടലിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻകൈയെടുത്തത് 10 വർഷം മുമ്പത്തെ ഒരു ദൗർഭാഗ്യകരമായ അനുഭവം വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ തന്നെ. ഇനി ആ അനുഭവം എന്തായിരുന്നുവെന്ന് മറന്നുപോയവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭാ സ്പീക്കറായിരുന്ന G. കാർത്തികേയൻ്റെ നിര്യാണത്തെ തുടർന്ന് 2015 ജൂണിലായിരുന്നു അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തുടർഭരണം ലക്ഷ്യമിട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വിലയിരുത്തലാവുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ പ്രാധാന്യമാണ് കൽപ്പിച്ചത്. സോളാറും ബാർക്കോഴിയുമടക്കം മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ അതിനിശ്ചിതമായി വേട്ടയാടുന്നതിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് ഉണ്ടായതാകട്ടെ മിന്നും വിജയം. ഈ നേട്ടത്തിൽ നിന്നുണ്ടായ അമിത ആത്മവിശ്വാസമാണ് 2016 അനായാസം ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന മിഥ്യാധാരണയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിച്ചത്. പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്നതാകട്ടെ കനത്ത വിലയും. എന്നാൽ LDFന് 2016 തനിയാവർത്തനം 2021 ഉണ്ടായത് ഇടതുമുന്നണിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെയും സ്ട്രാറ്റജി വർക്കൗട്ടിൻ്റെയും ഫലമായി വ്യാഖ്യാനിക്കപ്പെട്ടു. 99 സീറ്റുകൾ നേടി അധികാരം നിലനിർത്തിയ LDF അധികമായി നേടിയത് 8 സീറ്റുകൾ. 1977 തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഒരു സഖ്യം തുടർച്ചയായി 2 തവണ വിജയിക്കുന്നത് ഇതാദ്യം. 2016 തെരഞ്ഞെടുപ്പിനേക്കാൾ 6 സീറ്റുകൾ കുറഞ്ഞ UDFന് നേടാനായത് 41 സീറ്റുകൾ മാത്രം. 5 വർഷത്തെ പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയത് വിദഗ്ധമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഫലമായി തന്നെ. ഏറെക്കുറെ സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്പം പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നത്. 2022 മെയ് 31 തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 72,770 വോട്ടിൻ്റെ തകർപ്പൻ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്കെത്തിയ ഉമ തോമസ് സഭയിലെ കോൺഗ്രസിൻ്റെ ഏക വനിതാ മുഖമായി. 2023 സെപ്റ്റംബറിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അലയടിച്ച പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ 80,144 വോട്ടുകൾ നേടി ചാണ്ടി ഉമ്മൻ്റെ മിന്നും വിജയം. 2024 നവംബറിൽ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം 57,910 വോട്ടുകൾക്ക്. പിണറായി സർക്കാരിനോട് മല്ലടിച്ച് PV അൻവർ MLA സ്ഥാനം രാജിവെച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതാകട്ടെ 77,737 വോട്ടുകൾക്ക്. ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFനുണ്ടായ തുടർച്ചയായ വിജയങ്ങളാണ് കേരളത്തിൽ ഭരണമാറ്റത്തിൻ്റെ കാറ്റു വീശുന്നുവെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളെ എത്തിച്ചത്. ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പേ അധികാര വടംവലിയിലേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹങ്ങളിലേക്കും ഒരു പറ്റം നേതാക്കൾ കടന്നത്. അവിടെയാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് മുമ്പിൽ വിസ്മരിക്കാനാവാത്ത പാഠമായി അവശേഷിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രചാരണ വിഷയങ്ങളും ആകില്ല പൊതു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നതാണ് വസ്തുത. തൃക്കാക്കരയിൽ PT തോമസിനോടുള്ള ജനങ്ങളുടെ വൈകാരിക ബന്ധവും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ ഇടയെടുപ്പവും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ പാലക്കാടും നിലമ്പൂരും UDFന് മേൽക്കൈ നേടിക്കൊടുത്തത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെ. പാർട്ടിയുടെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും ഒരു മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പാർട്ടിയുടെ പ്രമുഖ മുഖങ്ങളും ഒരേപോലെ പ്രചാരണത്തിന് ഇറങ്ങുന്ന ശൈലി 140 മണ്ഡലങ്ങളിൽ ഒരേ സമയം നടക്കുന്ന പ്രചാരണങ്ങളിലും വോട്ടെടുപ്പിലും അവലംബിക്കാനാവില്ല എന്നതാണ് വസ്തുത. ഇവിടെയാണ് കേഡർ സംഘടനാ സംവിധാനങ്ങളുടെ പ്രസക്തി ഏറുന്നത്. 2001 AK ആന്റണി നയിച്ച സർക്കാർ ഭരണത്തിലേറിയപ്പോൾ കോൺഗ്രസ് ആകെ വിജയിച്ചത് 63 മണ്ഡലങ്ങളിൽ. 2006 ഇത് 24 കുറഞ്ഞു.
2011 കേവല ഭൂരിപക്ഷം മാത്രം നേടി അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോൺഗ്രസ് തനിച്ച് നേടിയത് 38 സീറ്റുകൾ. തുടർ ഭരണം പ്രതീക്ഷിച്ച് പോരാട്ടത്തിനിറങ്ങിയ 2016 കോൺഗ്രസ് നേടിയത് 22 സീറ്റുകൾ മാത്രം. ജനസമ്പർക്ക പരിപാടി ഉൾപ്പെടെയുള്ള ജനകീയ പരിപാടികളിലൂടെ ഇടതുപക്ഷത്തിന് കനത്ത വെല്ലുവിളി തീർത്ത തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും ഗ്രൂപ്പ് പോരും ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണം 22ആയി ചുരുങ്ങാൻ ഇടവരുത്തിയത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരെ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തും സ്പ്രിംഗ്ലർ അഴിമതിയും കരിമണൽ ഖനനത്തിലെ അഴിമതിയും അടക്കം ആരോപണങ്ങളുടെ പെരുമഴ തീർത്ത് പ്രചാരണം നടത്തിയിട്ടും 2021 കോൺഗ്രസിന് തനിയെ നേടാനായത് 22 സീറ്റുകൾ മാത്രം. അഴിമതി ആരോപണങ്ങളെക്കാൾ ജനങ്ങൾ വില കൊടുത്തത് ക്ഷേമ പെൻഷനും സൗജന്യ കിറ്റിനും. ഒപ്പം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൂടിയായതോടെ LDF നേടിയതാകട്ടെ സെഞ്ചുറിക്ക് 1 സീറ്റ് മാത്രം ശേഷിച്ച മൃഗീയ ഭൂരിപക്ഷം. ജനകീയതയുടെ പര്യായമായിരുന്ന ഉമ്മൻചാണ്ടി ജനക്ഷേമ പദ്ധതികൾ ഒരുപാട് നടത്തിയിട്ടും 2016 UDFന് ഭരണ തുടർച്ച നഷ്ടമായത് എങ്ങനെ? ഇതേ ജനക്ഷേമ പദ്ധതികൾ കൊണ്ട് LDFന് 2021 ഭരണ തുടർച്ച ഉണ്ടായത് എങ്ങനെ? ഉത്തരം സിമ്പിളാണ്. ചുരുക്കം മണ്ഡലങ്ങളിലെ മൃഗീയ ഭൂരിപക്ഷത്തേക്കാൾ ഭരണം പിടിക്കാൻ അനിവാര്യമായത് പരമാവധി മണ്ഡലങ്ങളിലെ കേവല ഭൂരിപക്ഷമാണെന്ന തിരിച്ചറിവാണ് ഇടതുമുന്നണിക്ക് തുടർഭരണം അനായാസമാക്കിയത്. 10,000-ലും 5,000-ലും താഴെ വോട്ടുകൾക്ക് UDFന് നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോഴാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ പ്രാധാന്യം എത്രയെന്ന് വ്യക്തമാകുന്നത്. യോഗ്യതയുള്ള നേതാക്കൾ ഇല്ലാത്തതോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതോ ഒന്നുമല്ല കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി. ഗ്രൂപ്പ് നേതാക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിനും മുഖ്യമന്ത്രി ആരായാലും മുന്നണി അധികാരത്തിൽ വരണമെന്ന ചിന്ത അധികാര കസേരയ്ക്കായി ഊഴം കാത്തു നിൽക്കുന്ന നേതാക്കൾ മുതൽ താഴെത്തട്ടിൽ ഉള്ള അണികൾ വരെയുള്ളവരിൽ പ്രതിഫലിക്കാത്തിടത്തോളം പ്രതിപക്ഷ നേതാവിനെ മാറ്റി പരീക്ഷിക്കാനേ UDFന് വിധിയുണ്ടാകും. മുന്നണി അധികാരത്തിലെത്തിയാലേ മുഖ്യമന്ത്രി കസേര ഉണ്ടാകുമെന്ന് സ്ഥാനമോഹികളും ഓർത്താൽ നന്ന്.